ഹലോയുടെ മക്കളെ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ 7ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിൽ അല്ലേ നമ്മുടെ കവയിത്രി സുഗതകുമാരി എഴുതിയ മനോഹരമായ ഒരു ഭാഗമുണ്ട് അല്ലേ. കുട്ടികളോട് സ്നേഹവും കാരുണ്യവും കരുതലും എന്നും പ്രകടിപ്പിച്ച കവയിത്രി സുഗതകുമാരിയുടെ മുൻമൊഴി എന്ന ലേഖന സമാഹാരത്തിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് ഭൂമിക്കു വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠഭാഗം. അപ്പൊ ഈ പാഠഭാഗം നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പാഠഭാഗത്തിൽ നിന്നുള്ള കുറച്ചധികം ചോദ്യങ്ങൾ അല്ലെ, നമുക്കറിയാം നമ്മുടെ പാഠഭാഗത്തിൽ കുറേ അധികം ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറേ പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലെ. അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. നമ്മൾ നേരെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകുന്നു. നമുക്ക് വായിക്കാൻ കണ്ടെത്താൻ എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യം. മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്തെല്ലാമാണ് ഉള്ളത്? അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യുമെന്ന് പരിശോധിച്ചു പോവാം. കാറ്റ് വീശുമ്പോൾ തിരയടിച്ചിളകുന്ന പോലെ നീലക്കുറിഞ്ഞികൾ ഒന്നിച്ച് നൃത്തം വെക്കുന്നു. ആ നൃത്തത്തിൽ സംഗീതമുണ്ട്. ആയിരം വണ്ടുകളുടെയും തേനീച്ചകളുടെയും മന്ത്രസ്ഥായിലുള്ള മൂളലുണ്ട്. ആയിരം തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകിളക്കങ്ങളുടെ താളമുണ്ട്. ഇളം കാറ്റിന്റെ തഴുകലുണ്ട്. വനദേവതകളുടെയോ ചെറുചോലകളുടെയോ മധുരസ്വരത്തിലുള്ള ചിരികളുണ്ട്. ഇതെല്ലാമാണ് മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിലുള്ളത്. ഒന്നാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, എഴുത്തുകാരി എല്ലാം മറന്നു നിന്നു പോയത് എന്തെല്ലാം കണ്ടിട്ടായിരുന്നു? നീലക്കുറിഞ്ഞി തേൻ നുകർന്ന് ലഹരി പിടിച്ച് വണ്ടുകൾ നീലക്കുറിഞ്ഞി ഇതളുകളിൽ തന്നെ ചേർന്നുറങ്ങുന്നു. അവയുടെ നീലക്കറുപ്പുമെയ്യാകെ മഞ്ഞ പൂമ്പൊടി പൂശിയിരിക്കുന്നു. വായുവിലാകെ അനർവചനീയമായൊരു പരിമളം നിറഞ്ഞുലാവുന്നു. ആ വലിയ മലഞ്ചെരുവിൽ മുഴുവൻ സ്വന്തം വന്നു നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്നത് പോലെ സുഗതകുമാരിക്ക് തോന്നി. ഈ സൗന്ദര്യ ലോകത്തിലാണ് എല്ലാം മറന്ന് കണ്ണുകൾ കൂമ്പി എഴുത്തുകാരി നിന്നുപോയത്. രണ്ടാമത്തെ ചോദ്യമാണ്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, കുറിഞ്ഞിച്ചെടികൾ നീണ്ട തപസ്സിലാണ് എന്ന് പറയാൻ കാരണം എന്താണ്? നോക്കാം നമുക്ക് ഉത്തരം. ഒരു പുഷ്പോത്സവ കാലം കഴിഞ്ഞാൽ നീലക്കുറിഞ്ഞി പൂക്കളെല്ലാം ഉണങ്ങിക്കൊഴിഞ്ഞു പോകുന്നു. ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഉണങ്ങി നിൽക്കുന്നത് പോലെ തോന്നുന്നു. പക്ഷെ നാം അറിയാതെ ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകാം. മണ്ണിനടിയിൽ അവയെല്ലാം കാത്തു കിടക്കുന്നു. ഇനിയൊരു 12 കാലം കഴിയുന്ന, അതായത് 12 വർഷം കഴിയുന്നതുവരെ കുറിഞ്ഞിച്ചെടികൾ വീണ്ടും പൂക്കാനായുള്ള നീണ്ട കാത്തിരിപ്പിലാണ്. ഇതിനാലാണ് കുറിഞ്ഞിച്ചെടികൾ നീണ്ട തപസ്സിലാണ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യമാണ്. അടുത്ത നാലാമത്തെ ചോദ്യം, ഈ മനോഹാരിത നമുക്ക് വേണ്ടിയല്ല, പിന്നെ ആർക്കൊക്കെ വേണ്ടിയാണ്? എല്ലാം നശിപ്പിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയല്ല ഈ ഒരു മനോഹാരിത എന്നാണ് ആദ്യം പറയാനുള്ളത്. പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് നീലക്കുറിഞ്ഞികളുടെ ഈ മനോഹാരിത. തേനീച്ചകൾക്ക് വേണ്ടി, ശലഭങ്ങൾക്ക് വേണ്ടി, വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടിയാണ് ഈ മനോഹാരിത എന്ന് പറയുന്നു. ഭൂമി എന്ന അമ്മയ്ക്കു വേണ്ടിയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം എന്ന് ലേഖിക പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അടുത്ത ചോദ്യം ചർച്ച ചെയ്യാം, എഴുതാം. ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം. എന്തെല്ലാം കാഴ്ചകളാണ് അവിടെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നത്? നമ്മുടെ കിഴക്കൻ മലകളുടെ മടിത്തട്ടിൽ മൂന്നാറിൽ 12 വർഷത്തിലൊരിക്കൽ നീലക്കുറിഞ്ഞികൾ പൂത്തുലയുന്നു. നീലക്കടൽ പോലെ നിലഞ്ഞുലാവി ആടിക്കളിച്ചു നിൽക്കുന്ന നീലക്കുറിഞ്ഞികളുടെ മനോഹര ദൃശ്യം, അത് കാണാൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പോകണമെന്നാണ് എഴുത്തുകാരി സുഗതകുമാരി പറയുന്നത്. മൂന്നാർ അതിന്റെ മനോഹരമായ പശ്ചാത്തല ഭൂപ്രകൃതിക്ക് പേരുകേട്ടതാണ്. അവിടുത്തെ മലനിരകൾ, തേയിലത്തോട്ടങ്ങൾ, അരുവികൾ എന്നിവയെല്ലാം കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മലഞ്ചെരുവുകൾക്ക് മേലെ ഒരു പുതപ്പ് പോലെ നീലക്കുറിഞ്ഞികൾ പൂത്തു നിൽക്കുന്ന കാഴ്ച അതിശയമായിരിക്കും. സുഗതകുമാരി അനുഭവിച്ച പോലെ കോടമഞ്ഞു പുതച്ച നീലപ്പൂക്കൾക്കിടയിലൂടെ നടന്ന് തേൻ നുകരുന്ന ശലഭങ്ങളെ തേടാനും ചെറുകിളികളുടെ പാട്ടുകൾ, അതേപോലെ ചിറകടി ശബ്ദങ്ങൾ കേൾക്കാനും എനിക്ക് ആഗ്രഹമുണ്ട്. ആ മനോഹര ദൃശ്യത്തിൽ എല്ലാം മറന്ന് സുഹൃത്തുക്കൾക്കൊപ്പം ഓടിക്കളിക്കണം. കുടുംബാംഗങ്ങൾക്കെല്ലാം ധാരാളം ചിത്രങ്ങൾ എടുത്ത് സൂക്ഷിക്കണം. ഈ സൗന്ദര്യ ലോകത്തിൽ എല്ലാം മറന്ന് ഒരു നീലക്കുറിഞ്ഞി പൂവായി മാറണം. എന്തെല്ലാമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെ. ഇങ്ങനെ കുറേയധികം
കാര്യങ്ങൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു, പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നോക്കാം. 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞികളുടെ പുഷ്പോത്സവം കഴിഞ്ഞാൽ ആ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു. ശലഭങ്ങളും തുമ്പികളും ചെറുകിളികളുമെല്ലാം പറന്നകലുന്നു. ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഒഴിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നു. മലഞ്ചെരിവുകൾ ശൂന്യമായി തീരുന്നു. എല്ലാം നിശ്ചലവും നിശബ്ദവുമായി തീരുന്നു. എന്നാൽ നാം അറിയാത്ത ഒന്നുണ്ട്. ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു. മണ്ണിനടിയിൽ ഇനിയൊരു 12 കൊല്ലം വീണ്ടും പൂക്കാനായി കാത്തുകിടക്കുകയാണ് ആ ഒരു കുറിഞ്ഞിപ്പൂക്കൾ. ആ വിത്തുകൾ അതുവരെ നീണ്ട തപസ്സിലാണ്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹാരിത ആസ്വദിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? അപ്പൊ നോക്കാം. ചോദ്യം കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. യെസ്, പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹര കാഴ്ചകളെ നിലനിർത്താൻ നാം ആദ്യം പ്രകൃതി സംരക്ഷകരായി മാറണം. നീലക്കുറിഞ്ഞി വംശത്തിന്റെ നാശത്തിന് കാരണമാകുന്ന ഒരു പദ്ധതികൾക്കും അനുമതി നൽകാതെ പ്രകൃതിയായി നിലനിർത്താൻ നാം പരിശ്രമിക്കണം. നീലക്കുറിഞ്ഞിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മറ്റ് ആളുകളെ ബോധവൽക്കരിക്കുകയും അവിടെ സന്ദർശിക്കുമ്പോൾ നീലക്കുറിഞ്ഞികളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും നമ്മൾ ചെയ്യണം. പ്രകൃതി സംരക്ഷണം നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. മഴവായി ഈ ഭൂമി വെട്ടിനിരത്താൻ നാം ആരെയും അനുവദിക്കരുത്. പ്രകൃതി ഒരുക്കുന്ന മനോഹരമായ ദൃശ്യങ്ങൾക്ക് നാളത്തെ തലമുറകൾ കൂടി അവകാശികളാണ്. ഇങ്ങനെയാണ് അതിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓരോ ചോദ്യങ്ങളും കൃത്യമായിട്ടൊന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ പുഷ്പോത്സവം സംഘടിപ്പിക്കാം എന്നുള്ളൊരു ഭാഗമുണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് എഴുതിയെടുക്കാവുന്നതാണ്. നമ്മളെല്ലാം എന്ത് ചെയ്യുന്നില്ല, കൃത്യമായിട്ട് വായിച്ചു പോകുന്നില്ല. അപ്പോൾ പുഷ്പോത്സവം സംഘടിപ്പിക്കുക എന്നുള്ളൊരു ഭാഗം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കാം. ഈ വാർത്തയെക്കുറിച്ച് ചർച്ച ചെയ്യുക. ഇത്തരം ഉത്സവങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായക്കുറിപ്പ് എഴുതുക. അപ്പൊ ആ ഒരു അഭിപ്രായക്കുറിപ്പിന്റെ മോഡല് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇതൊരു മോഡൽ മാത്രമാണ്. ഓക്കെ, അഭിപ്രായക്കുറിപ്പ്. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി തലസ്ഥാന നഗരിയിൽ നടക്കാനിരിക്കുന്ന പുഷ്പോത്സവം നഗരത്തിനും ജനങ്ങൾക്കും നിരവധി നേട്ടങ്ങൾക്കും ഗുണങ്ങൾക്കും നൽകുന്ന ഒരു പ്രധാന സാംസ്കാരിക പരിപാടിയായി മാറും എന്ന് നമുക്ക് നിസ്സംശയം പറയാം. പുഷ്പോത്സവം നമ്മുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെയും പ്രകൃതിയോടുള്ള ആദരവിന്റെയും പ്രതീകമാണ്. വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളെ ആകർഷിക്കുന്നതിനാണ് ടൂറിസം വകുപ്പ് ഇങ്ങനെയൊരു പരിപാടി പ്രോത്സാഹിപ്പിക്കുന്നത്. ഇതിന്റെ പ്രാധാന്യം വളരെ വലുതും കൂടിയാണ്. ഇതിനു പുറമെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാൻ എന്ത് ചെയ്യാം, നമുക്ക് കൃത്യമായിട്ട് ഈ പരിപാടികൾ സംഘടിപ്പിച്ചു പോകേണ്ടതുണ്ട്. പ്രകൃതിയോടുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്താനും അതേപോലെ പ്രകൃതി സ്നേഹിയാക്കാനും അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുള്ള ആ ഒരു കാര്യം പ്രോത്സാഹിപ്പിക്കാനും എന്ത് ചെയ്യും, ഈ ഒരു കാര്യം മുമ്പോട്ട് വയ്ക്കുന്നു. വ്യത്യസ്ത തുറകളിൽ നിന്നുള്ള ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഈ ഉത്സവം സാമൂഹിക ഐക്യം വളർത്തുന്നതിനും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇത് കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒരുമിച്ച് ആഘോഷിക്കാനുള്ള ഒരവസരമാണ്. സന്തോഷവും സൗന്ദര്യവും പ്രകൃതി സ്നേഹവും എല്ലാം ഒത്തുചേരുന്ന ഒരു ഉത്സവമാണ് തലസ്ഥാന നഗരിയിൽ നടക്കാനിരിക്കുന്ന പുഷ്പോത്സവം. അത് നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും നിരവധി നേട്ടങ്ങൾ നൽകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എല്ലാ നഗരങ്ങളും ഇത്തരം ഉത്സവങ്ങൾ സംഘടിപ്പിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ നോക്കാം. അടുത്തത് ചേർത്ത് വെക്കുമ്പോൾ എന്നുള്ള ഭാഗമാണ്. അപ്പൊ ഇവിടെ നോക്കാം, കുറച്ച് വാക്കുകൾ. മെയ്യാകെ, കറുപ്പ് മെയ്യാകെ, നീലക്കറുപ്പ് മെയ്യാകെ. ഇങ്ങനെ വണ്ടിന്റെ ശരീരത്തെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ് കറുപ്പും നീലക്കറുപ്പും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഭാഷാ പ്രയോഗങ്ങൾ, ഇങ്ങനെ നിരവധിയായ ഭാഷാ പ്രയോഗങ്ങളുണ്ട്. ഇത്തരം വിശേഷണ പദങ്ങൾ നൽകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഉദാഹരണങ്ങളോട്ട് കടക്കാം. അപ്പൊ നോക്കാം, ഇവിടെ ശ്രദ്ധിക്കുക. കറുപ്പ് മെയ്യ് അല്ലെ, മെയ്യ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിശേഷ്യമാണ്. ഓക്കെ, കറുപ്പ് എന്താണ്, വിശേഷണമാണ്. ഓക്കെ, അപ്പോ മെയ്യിനെ വിശേഷിപ്പിക്കുന്നതാണ് എന്ത്, കറുപ്പ് എന്നുള്ള വാക്ക്. അപ്പൊ അതിനെ വിശേഷണം എന്ന് പറയും. നമ്മൾ ഇംഗ്ലീഷിൽ നൗണ്, അഡ്ജക്റ്റീവ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ, ഡിസ്ക്രൈബിംഗ് വേർഡ്. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇനി മഞ്ഞപ്പൂമ്പൊടി പ്രധാനമായിട്ട് നോക്കുക.
പൂമ്പൊടിയെ വിശേഷിപ്പിക്കുകയാണ് മഞ്ഞ എന്നുള്ളത് കൊണ്ട്. ഓക്കെ, അപ്പോൾ മഞ്ഞ പൂമ്പൊടി എന്ന് പറഞ്ഞാൽ അതില് പൂമ്പൊടി വിശേഷ്യവും മഞ്ഞ വിശേഷണവുമാണ്. റെഡിയല്ലേ? ഇപ്പൊ നോക്കാം, നിങ്ങളുടെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഒരു പുഷ്പോത്സവം സംഘടിപ്പിക്കാം. അപ്പോൾ അവിടെ നോക്കുക, ആസൂത്രണം നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റർ അല്ലെങ്കിൽ നോട്ടീസ് തയ്യാറാക്കണം. സ്കൂളിൽ നല്ലൊരു പൂന്തോട്ടം സജ്ജമാക്കണം. പൂക്കളുള്ള ചെടികൾ എത്തിക്കണം. ചിട്ടയായ ക്രമീകരണമുണ്ട്. പ്രദേശത്തെ ക്ലബ്ബുകൾക്ക് അല്ലെങ്കിൽ കൂട്ടായ്മകൾക്കുള്ള പങ്കാളിത്തം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് നോക്കുക, ഒരു മാതൃക പത്രവാർത്ത ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമേ ഒരു ഹെഡിങ് കൊടുക്കണം, കാണികളിൽ വസന്തം വിരിയിച്ച് സ്കൂൾ പുഷ്പോത്സവം. ഓക്കെ, അപ്പോൾ നോക്കാം, ജസ്റ്റ് നിങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കാം എന്താണ് മാതൃക എന്നുള്ള രീതി എന്ത് ചെയ്യാൻ നിങ്ങളൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം സ്ഥലം കൊടുക്കണം. ആദ്യം തന്നെ ആ ഒരു ആദ്യ ഭാഗത്ത് അല്ലേ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചുരുക്കം എന്നുള്ള രീതിയിൽ എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ പത്രവാർത്തയിലൂടെ പറയാൻ പോകുന്നത് ഒരു രത്ന ചുരുക്കം എന്നുള്ള രീതിയിൽ ഫസ്റ്റത്തെ വരി നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ബാക്കിയുള്ള ഭാഗം ഒന്ന് വിവരിച്ച് എഴുതാം. അപ്പൊ ഇത്രയുമാണ് നമ്മൾ പ്രധാനമായിട്ടും ആ ഒരു പാഠഭാഗത്ത് ഉള്ള ചോദ്യങ്ങൾ. അതിന് ഉത്തരങ്ങൾ നമ്മൾ കൃത്യമായിട്ട്, ഉത്തരങ്ങളല്ല, ഒരു മാതൃക എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്ത് പരിശോധിച്ച് നോക്കി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എല്ലാം പഠിക്കുക. കൂടുതൽ വീഡിയോകൾ നമ്മളെ ചാനലിലുണ്ട്. ഉപകാരപ്പെട്ടുവെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.